ജീര റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ചെറിയ ജീരകം ഇട്ടൊന്ന് വറുത്തെടുക്കണം. വല്ലാണ്ട് വറുത്ത് കരിഞ്ഞു പോകുന്ന ടൈപ്പിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ജീരകം ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും കുതിർത്ത് വെച്ചിരുന്ന 1 കപ്പ് അരി, ബാസ്മതി അരി, അത് ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കുക. 2 മിനിറ്റ്. എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച് ഇതാവണ്ട, ചൂടായാൽ മതി വെള്ളം. തണുത്ത വെള്ളം ഒഴിക്കരുതെന്ന് മാത്രം. അപ്പോൾ ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചിട്ട് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അടച്ച് വയ്ക്കാം. അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റി വയ്ക്കുക. ജീര റൈസിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് രാജ്മ കറിയാണ്. രാജ്മ എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ കിട്ടുന്ന വലിയ പയറിൻ്റെ പേരാണ് രാജ്മ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, സോയാബീനൊക്കെ പോലെ തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഞാൻ ജീര റൈസ് ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടു. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ഉപ്പ് ഞാൻ ഇടാറില്ല. ഉപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ചിടാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് അതിന് ഉപ്പിൻ്റെ ആവശ്യമില്ല. മറ്റേ ഫ്രൈഡ് റൈസ് പോലെ അല്ല അത്. അപ്പോൾ ജീര റൈസിൻ്റെ കൂടെ ഉപ്പ് ഇടാറില്ല. ഉപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ചിടാം, ഒരു ചെറുതായിട്ട്, അതായത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് 3 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഇടാം. സവാളയും പച്ചമുളകും ചേർത്ത് ഇളക്കിയതിന് ശേഷം 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് ഇളക്കിയിടാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി ചേർത്തിളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലിട്ട് വേവിക്കണം കേട്ടോ. തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മിക്സ്, തക്കാളിയും സവാളയും ഒക്കെ കൂടിയുള്ള മിക്സ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ജ്യൂസ് അരിച്ചെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഉപ്പ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് അടച്ച് വേവിക്കാം. അതൊന്ന് എണ്ണ തെളിയണ വരെ വേവിക്കണം. ചെറു തീയിലിട്ട് വേണം വേവിക്കാനായിട്ട്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമ്മുടെ മിക്സൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് രാജ്മയാണ്. വേവിച്ച് വെച്ചിരിക്കുന്നത് രാജ്മ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന രാജ്മ 8-9 വിസിൽ കുക്കറിലിട്ട് വിസിലടിച്ച് വേവിച്ചതാണ്. 1/2 കപ്പ് രാജ്മയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് ഈനോ ആണ് ഞാൻ സോഡാപ്പൊടിക്ക് വരെ ചേർക്കണത് എല്ലാത്തിനും. കുറച്ച് ഈനോ കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. എന്നാലും നല്ലോണം വെന്ത് ഇതായിട്ടില്ല. അതിനിപ്പോൾ ഇവിടെ കിടന്ന് നല്ലോണം വെന്ത് ശരിയായിക്കോളും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ തന്നെ വേവിക്കണേ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കണത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് വേറൊന്നുമല്ല, ഗരം മസാല തന്നെയാണത്. അത് ആദ്യം നമ്മൾ ചേർത്ത ഗരം മസാല നോർമൽ എല്ലാത്തിലും ചേർക്കണത്. ഇത് ഞാനിവിടെ പൊടിച്ചു വച്ചിരിക്കുന്ന ഒരു ഗരം മസാലയാണ്. ഒരു 2 ടീസ്പൂൺ മല്ലി, 3-4 ഉണക്കമുളക്, പിന്നെ ജാതിപത്രി ചെറിയൊരു കഷ്ണം, ഗ്രാമ്പൂ 2 കറുകപ്പട്ട ഒരു ചെറിയ പീസ്. ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് എൻ്റെ ഗരം മസാല. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് നമുക്ക് വേവിക്കാം. അപ്പോൾ നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സായി വരും. ആ മല്ലിയുടെ ഇലയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എല്ലാം വെന്ത് കുഴഞ്ഞ് എല്ലാം കൂടി മിക്സായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറുകി അധികം വെള്ളമില്ലാതെയാണ് നല്ലത്. ടേസ്റ്റും അത് തന്നെയാണ്. കുറുകിയിരിക്കണം, അതാണ് രാജ്മയുടെ ടേസ്റ്റ്. അപ്പം നമ്മുടെ രാജ്മക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീര റൈസും രാജ്മ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് രണ്ടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഇടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഡെയിലി കഴിച്ച ഫുഡുകളിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.